താം തക്ക തീം തക്ക തെയ്യത്തക്ക പാട്ടുപാടും ഞാൻ. നീ എന്റെ അനിയനും ഞാൻ നിന്റെ ഏട്ടനും, അല്ലല്ലത് കുഞ്ഞമ്മന്റെ മോനോ. അറിയാലും എനിക്കൊരു കുഴപ്പവും ഇല്ലടാ, ഇല്ലടാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയിച്ചിരിക്കുകയാണ്, പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേട്ടു, മികച്ച നടൻ, നടി, മികച്ച സിനിമ, സംവിധായകൻ എല്ലാം നമ്മൾ കേട്ടു. അതിലൊന്നും എനിക്ക് വലിയ ഒരു പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അതൊക്കെ കുറച്ചെങ്കിലും നമ്മുടെ സംസ്ഥാന അവാർഡിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിൻ്റെ ആ ലെവലിൽ, ആ നിലവാരത്തിൽ എത്തിയെന്ന് എനിക്ക് ഏറെക്കുറെ എത്തിയെന്ന് തോന്നിക്കും. പക്ഷെ അതിലൊന്നെനിക്ക് മികച്ച ഗാനരചയിതാവ് വേടൻ. പാട്ട് മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്നുള്ള ആ സോങ്ങിനാണ് കൊടുത്തത്. അതെനിക്ക് കുറച്ച് ഒരു ചിരി വന്നു അത് കേട്ടപ്പോൾ. നമ്മൾ ഈ ഓസ്കാറൊക്കെ RRR പാട്ട് കിട്ടിയില്ലേ, നട്ടൊട്ടനാ തന്ന, അത് പിന്നെ മികച്ച നടനെ അല്ലു അർജുൻ പുഷ്പക്ക് കിട്ടിയ ആ ഒരു ലെവലിലേക്ക് കുറച്ച് അതപ്പതിച്ചോ തരം താന്നോ എന്നൊക്കെ തോന്നി എനിക്ക്. ബേസിക്കലായിട്ട് ഞാനിപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ വേടൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ്. അയാളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഉള്ള ആ വീഡിയോ ഒക്കെ ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ കേൾക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെയൊക്കെ ഒരു അവാർഡിനർഹമായിട്ടുള്ള ആ ഒരു, കാരണം ആളുകൾക്ക് ഇപ്പോഴത്തെ യൂത്തിനായാലും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനായാലും എല്ലാവർക്കും ഇഷ്ടമുള്ള, ഞാൻ എൻ്റെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നിരന്തരം വെക്കുന്ന പാട്ടുകളൊക്കെ തന്നെയാണ് എനിക്കിഷ്ടമുള്ളതാണ്. പക്ഷേ ഒരു അവാർഡിനെ പരിഗണിക്കാൻ മാത്രമുള്ള ആ ഒരു നിലവാരമൊക്കെ അതിനുണ്ടോ? നമുക്ക് കുറേ ആവർത്തിച്ച് കണ്ട സിനിമകളൊന്നും ചിലപ്പോൾ അവാർഡിനെ അവർ പരിഗണിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇത് തോന്നി. കാരണം നമ്മൾ ഒരു ജനപ്രിയ ഒരു ഗാനം എന്നൊക്കെ ഉള്ളതാണ്, അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സോങ്ങാണ് തീർച്ചയായിട്ടും. പിന്നെ കാരണം ഒരുപാട് ആളുകൾ കഥ എഴുതുന്നവരായി, കവിത എഴുതുന്നവരായി, പാട്ട് എഴുതുന്നവരൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം ഉയർന്ന നിലവാരത്തിലുള്ള നമ്മുടെ നാടൻ പാട്ട് പോലുള്ളൊരു റാപ്പ് സോങ്ങാണ് ഇത് മെയിനായിട്ട്. പിന്നെ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്നുള്ള, അത് കേൾക്കാൻ ഇമ്പവും കേട്ടിരിക്കാനൊക്കെ രസമുള്ള ആ ഒരു സോങ്ങാണ്. ഇപ്പോൾ എനിക്ക് തോന്നി ഈ കേന്ദ്രമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെയും കൊടുക്കാം എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നിയേക്ക്. കാരണം അവർ പിന്നെ ജവാന് കൊടുക്കുമ്പോൾ മികച്ച സിനിമ അല്ലെങ്കിൽ മികച്ച നടൻ ജവാന്, അതുപോലെ മികച്ച പുഷ്പ, പിന്നെ മികച്ച പിന്നെ അഭിനയത്തിലുള്ള അല്ലു അർജുൻ, അങ്ങനെ കൊടുക്കുമ്പോഴും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഇതിന് കൊടുത്തൂടെ, ഇതിനെ കൊടുക്കുന്നതിന് എന്താ എന്ന് തോന്നുന്ന തരത്തിലുള്ള എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ചിന്താഗതിയിൽ കൊടുത്താന്ന് എനിക്ക് തോന്നിക്കും. പ്രമേയത്തിലെ മമ്മൂക്കാൻ്റെ പെർഫോമൻസൊക്കെ അടാറാണ്, സൂപ്പറാണ്. അതിലൊന്നും ഒരു അഭിപ്രായം എനിക്ക് ഇല്ല. കാരണം പിന്നെ വേറെ ഉണ്ട്, കിഷ്കിന്ത കാണ്ഡത്തിലെ ആസിഫ് അലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതും അടിപൊളിയാണ്. അതൊക്കെ അത്യാവശ്യം ഉയർന്ന നിലവാരത്തിലുള്ള അഭിനയവും മികവൊക്കെ തന്നെയാണ്. പിന്നെ കിഷ്കിന്ത കാണ്ഡത്തിന് ആസിഫ് അലിനെ മികച്ച നടനാക്കിയിട്ടില്ലെങ്കിലും പ്രമേയത്തിലെ പിന്നെ മമ്മൂക്കാൻ്റെ പെർഫോമൻസും ഇതൊക്കെ ഒന്നിലൊന്നും മെച്ചപ്പെട്ടതാണ്. അപ്പോൾ ആർക്കാരും ചിലപ്പോൾ സംശയമുണ്ട്, ഇതിന് കൊടുക്കണോ. അപ്പോൾ അതിന് കൊടുത്താലും കുഴപ്പമില്ല, ഇതിന് കൊടുത്താലും കുഴപ്പമില്ല. രണ്ടും നല്ല അഭിനയം, നല്ല സിനിമയാണ്. അപ്പോൾ ഇതിൽ എനിക്കൊരു ഉള്ളിൽ തോന്നിപ്പോയി, ഇതെന്തോ വൈരാഗ്യം പുറത്ത്. നിങ്ങൾക്ക് നാഷണൽ അവാർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ള ഞങ്ങളും കൊടുക്കൂ എന്നുള്ളൊരു തോന്നൽ, ചിന്താഗതി ഉണ്ട് എന്ന് എനിക്ക് ഇതിൽ തോന്നിപ്പോയി മെയിനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന രീതിയിലുള്ള ഇതായി പോയി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മൾ കൊടുക്കും, ആ ഒരു ചിന്താഗതി പോലെ എനിക്ക് തോന്നി. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ദേശീയ അവാർഡായി, സംസ്ഥാന അവാർഡായി, മൊത്തത്തിലുള്ള ഈ അവാർഡിൻ്റെ ഒക്കെ വാല്യൂ മൂല്യമൊക്കെ വളരെ കുറഞ്ഞ് രാഷ്ട്രീയപരമായിട്ടുള്ള അവർക്ക് താല്പര്യപ്പെട്ടവർക്ക്, നമുക്ക് താല്പര്യപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കും. അവിടെ കലാമൂല്യത്തിനും നല്ല വില എന്നെനിക്ക് തോന്നിപ്പോയി. താം തക്ക തീം തക്ക തെയ്യത്തക്ക പാട്ടുപാടും ഞാൻ. നീ എന്റെ അനിയനും ഞാൻ നിന്റെ ഏട്ടനും, അല്ലല്ലത് കുഞ്ഞമ്മന്റെ മോനോ. ഈ പാട്ട് പിന്നെ എൻ്റെ രചനയുള്ള ഈ പാട്ട് റാപ്പാണ്, റാപ്പ് സ്റ്റൈലാണ്, അങ്ങനെ എടുത്തോളി. അല്ലെങ്കിൽ ഒരു കവിത ആണ്, ആ കവിത രീതിയിൽ എടുത്തോളി. പിന്നെ ഏത് രീതിയിലായിക്കോട്ടെ. ഇപ്പോൾ ഈ പാട്ട് ബൈ ചാൻസ് ഏതെങ്കിലും ഒരു ഫിലിം മേക്കറായ പ്രൊഡ്യൂസറോ പിന്നെ സംവിധായകന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക് സംവിധായകന്മാരോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബൈ ചാൻസ് ഞാൻ ചിലപ്പോൾ സിനിമയിൽ കയറിപ്പോവും. അതായത് സിനിമയിലൊക്കെ ഈ പാട്ട് ഉപയോഗിക്കും. അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത സംസ്ഥാന അവാർഡ് മികച്ചൊരു പാട്ടിൻ്റെ അല്ലെങ്കിൽ കവിതയുടെ ഒരു മികച്ച ഒരു അവാർഡ് ചിലപ്പോൾ എനിക്കായിരിക്കും. ഒന്ന് പാടിയതിന് അല്ലെങ്കിൽ മികച്ച വരികൾക്ക്
അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഇങ്ങനെ ടോപ്പാക്കാൻ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും.